ഇവിടെ സൂപ്രണ്ടാണെങ്കിൽ ഇവിടെ അല്ല, ഞങ്ങൾ 5-6 ആൾക്കാർ സൂപ്രണ്ടിലേക്ക് പോയി. സൂപ്രണ്ട് ഇവിടെ ഇറങ്ങിപ്പോയി. ഇത് നാദിനൊന്നുമില്ല ഈ ഹോസ്പിറ്റലിന്. ഓഫീസിൽ പോയി ഞങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ എന്താണ് ചെയ്യാം, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല, ഇവിടെ പിന്നെ സ്റ്റാഫില്ല, 2 മണി ടൈമായപ്പോ കുറച്ച് ആൾക്കാർ പോയി എന്നാ പറഞ്ഞത്. എന്നാൽ ഇത്തിരി ആളുകൾ നിൽക്കുമ്പോ ഈ ആൾക്കാർക്ക് ഒരു തീരുമാനമാക്കിയിട്ട് വേണ്ട അവർ പോകാൻ, അതല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം കാണണ്ടേ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ഒരിടത്ത് ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ കാട്ടിയുള്ള പരസ്യം, തൊട്ടടുത്തായി ഫാർമസിയിൽ മരുന്നിനായി രോഗികളുടെ പ്രതിഷേധം. അതിരാവിലെ എത്തി ഡോക്ടറെ കണ്ട് ഫാർമസിയിൽ എത്തിയവരാണ് ജീവനക്കാരുടെ കുറവിൽ ദുരിതത്തിലായത്. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ ഇന്നുള്ളത് ഒരു ജീവനക്കാരി മാത്രം. എത്രയെങ്കിലും നമ്പർ നോക്കാം. 173 ആളവിടെ. ഈ സുഖമില്ലാത്ത ആൾക്കാർ അതിനൊരു പരിഹാരം കാണുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനം, അവിടുത്തെ ആശുപത്രിയുടെ HMC കമ്മിറ്റിയാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. നിങ്ങളെ പോലെ പ്രായമുള്ള ആളുകളും സുഖമില്ലാത്ത ആളുകളും ഇവിടെ വരുന്നവരെ മരുന്ന് തന്ന് വീട്ടിൽ വിടേണ്ട ആളുകൾ ഇവിടുത്തെ HMC ആണ്. ആ HMC ഡോക്ടർമാരെ ഇവിടുത്തെ ഇതിന്റെ ബ്ലോക്ക് മറ്റു ഭാരവാഹികളുടെ കണ്ടറിലാണ് ഇത് വരുന്നത്. അവരാണ് ഇതിനൊരു പരിഹാരം കാണേണ്ടത്. അല്ലാതെ നാട്ടുകാരെ വെച്ച് വിളിക്കാനും ഇവിടെ സ്റ്റാഫ് പറഞ്ഞാലും ഇവിടുത്തെ ആളുകൾ പണിയെടുക്കണല്ലോ അവർ പറയണം. അത് പറയാത്തിടത്തോളം കാലം ഇവിടുത്തെ സ്ഥിതി ഇതുതന്നെയാണ്. ഇത് ഇന്നും തന്നെ തുടങ്ങിയതില്ല. ഒരു മാസം 2 മാസമായിട്ട് വെള്ളപ്രശ്നമായിരുന്നു. അതിപ്പോ ഇവിടെ തീർന്നു, പൈപ്പിട്ട് അത് റെഡിയായി. ഇപ്പൊ ഇവിടെ ഈ സ്റ്റാഫില്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇന്ന് മാത്രമല്ല, മിക്കവാറും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഷുഗറിന്റെ മരുന്ന് കൊടുക്കുന്ന ദിവസം രാവിലെ ഷുഗർ നോക്കാൻ പെർമൈറ്റ് വരുന്ന ആളുകളാണ്. എത്രയോ ആളുകൾ ഇവിടെ തലമിന്നി വീട് ചായ കുടിച്ച് വിടുന്നുണ്ടെന്നറിയാം. ഇതൊക്കെ അറിഞ്ഞാലും നമ്മുടെ ഇതിന്റെ ഭരണകർത്താക്കൾ അനങ്ങൂല. വൈകുന്നേരം 4:30 വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്നുള്ള കാഴ്ചകളാണിത്. പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ എത്തി ഡോക്ടറെ കണ്ടവരാണ് അധികവും. ഇവർക്ക് ടോക്കൺ നൽകിയാണ് മരുന്ന് വിതരണം. എന്നാൽ മരുന്ന് നൽകാൻ ഫാർമസിയിൽ ഉള്ളതാകട്ടെ ഒരു ജീവനക്കാരി മാത്രം. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ഇവിടെ കുറെ കാലമായി ഈ പ്രശ്നം ഉണ്ടാക്കി. രാവിലെ 8 മണിക്ക് ഇവിടെ കൗണ്ടർ തുറക്കണതാണ്. 8 മണി മുതൽ ഈ ആൾക്കാർ മുഴുവനും നിന്നിട്ട് 3:30 മണിയായി. ഇതുവരെ 171 നമ്പറായിട്ടുള്ളൂ. 350-400 നമ്പറുണ്ട് ഇവിടെ. ഇനി ഇവിടെ ആൾക്കാർ കഞ്ഞിയില്ല, ചോറുമില്ല, ചായ ഇല്ലാതെ പട്ടിണി അടങ്ങേണ്ട അവിടെ ക്യൂ നിൽക്കുന്നത് ഈ മരുന്നിനും വേണ്ടിയിട്ട്. ഈ ഷുഗറിന്റെ, പ്രഷറിന്റെ, മറ്റേ കൊളസ്ട്രോളിന്റെ ഒക്കെ മരുന്നിനും വേണ്ടിയിട്ട്. ഇതിനൊരു പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2 ആഴ്ച 3 ആഴ്ച 2-3 മാസമായി ഇവിടെ തുടങ്ങിയിട്ട്. ഒരു കൗണ്ടർ, അര കൗണ്ടറൊക്കെയാണ് ഇവിടെ ഇതാക്കുന്നത്. അടുത്ത ഇതിനെങ്കിലും ഇതിനൊരു പരിഹാരങ്ങൾ കണ്ടുതരണം. ഇവിടെ സൂപ്രണ്ടാണെങ്കിൽ ഇവിടെ അല്ല, ഞങ്ങൾ 5-6 ആൾക്കാർ സൂപ്രണ്ടിലേക്ക് പോയി. സൂപ്രണ്ട് ഇവിടെ ഇറങ്ങിപ്പോയി. ഇത് നാദിനൊന്നുമില്ല ഈ ഹോസ്പിറ്റലിന്. ഇവിടെ ഇനിയും 100-200 ആൾക്കാർ ഇനിയും മരുന്ന് വാങ്ങാൻ ബാക്കിയാണ്. ഇവിടെ 200ന്റെ മുകളിൽ ആൾക്കാർ, 300 ആൾക്കാരുണ്ട് ഈ മരുന്ന് വാങ്ങാൻ ഇവിടെ ക്യൂ ഒക്കെ. 171 നമ്പർ ഒരു ഹോസ്പിറ്റലില്ല ഇവിടെ തന്നെ ഉള്ളത്. ഇങ്ങനെ ഇപ്പൊ നിലമ്പൂരാട്ടെ, കാളിയാലോട്ടെ, എവിടെ ചെന്നാലും ഇത്ര ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നില്ല. കൗണ്ടർ ഇവിടെ കൂട്ടണം. ഇവിടെ 2 കൗണ്ടർ അല്ലെങ്കിൽ 1 കൗണ്ടറൊക്കെയാണ് ഇവിടെ കൊടുക്കണത്. ഒരു 4 കൗണ്ടർ ആക്കണത്. ഇവിടെ ആളിന്റെ ഇഷ്ടമായി. ഇവിടെ 400 ഇവിടെ നമ്പർ. ഇവിടെ 170 ആയിട്ടുള്ളൂ. ഈ സമയം വരെ ആയിട്ടും 370 നമ്പർ. 400 ഇവിടെ നമ്പർ ഇല്ലത്. ഇവിടെ ടിക്കറ്റ് കൊടുത്ത് ഡോക്ടറെ കണ്ട് 12 മണിക്കൊന്നാണ്. 12 മണിക്ക് ഞാൻ എന്റെ ടോക്കൺ കിട്ടിയത് 340. ഞാൻ വീട്ടിൽ പോയി 2:30 മണിക്ക് വരുമ്പോ ഇവിടെ ഞാൻ പോകുമ്പോ ഇവിടെ 95. ഞാൻ വരുമ്പോ കൊടുത്തത് 105. ഇത്രയും മണിക്കൂറുകൂടെ അവിടെ നിന്നിട്ട് ഇപ്പൊ നിലവിലുള്ളത് 170. ഇന്ന് 6 മണി വരെ അവിടെ നിന്നാലും ഇല്ല. സൂപ്രണ്ടിന്റെ അവിടെ ചെന്നപ്പോ സൂപ്രണ്ടില്ല, സൂപ്രണ്ട് പൊങ്ങിയിരിക്കുന്നത്. വളരെ അവസരായ വളരെ ഉമ്മമാരും ചേച്ചിമാരും അമ്മമാരും ഇവിടെ എത്ര ഇരിക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം ഇവിടെ കൊടുക്കുള്ളൂ. ഇനി വ്യാഴാഴ്ച വരാന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വരുന്ന ആൾക്കാർ ഈ ആളുകളും അടുത്ത വ്യാഴാഴ്ച മറ്റന്നാൾ ഇതേ അവസ്ഥ തന്നെയാണ്. ഇതിനൊരു പരിഹാരം കാണണം.
ചിലപ്പോ നമ്മളെ ബുക്ക് വാങ്ങി വെച്ചിട്ട് അയാളവിടെ വെക്കുക, നമ്പർ ഇട്ട് തരുന്നില്ല. വരി വെക്കാനും കൂടുക ഉന്തുക തിരക്കുക. നമുക്ക് മഞ്ചീരത്തുമാർക്ക് ടോക്കൺ ശരിക്ക് തരണം. ടോക്കണ് കച്ചറ ഉണ്ടാക്കാം. ഇന്നൊക്കെ എന്തെങ്കിലും അവിടെ രാവിലെ ഇറക്കണോ? ടോക്കണ് വരിക്കും ഉന്തലും പുടിയും വലിയും കുറെ കരഞ്ഞിട്ട് ഒരു ഉമ്മാനവിടെ കയറ്റി ഒരു പെണ്ണവിടെ പ്രശ്നം ഭയങ്കര ഉണ്ടാക്കിയിട്ട് അവളെ കുറിച്ച് സീരിയസ് ആണ്. ടോക്കൺ വരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ വേറുള്ളവർക്ക് വാങ്ങാനാണ് വെക്കാനോ ഉന്തലും തിരക്കും. ഇപ്പൊ മഞ്ചേരി ആകുമ്പോ നമുക്ക് പ്രശ്നമല്ല. അതേമാതിരി കൂടെ നീയാക്കും. ഇപ്പൊ ഇവിടെ മരുന്ന് കൊടുക്കാൻ ഒരേ ഒരു സ്റ്റാഫേ ഉള്ളൂ. ഇത് ഇവർക്ക് എല്ലാവർക്കും നോക്കിയാൽ കാണാവുന്നതാണ്. ഈ ഒരാള് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും രോഗികൾ, ഇത്രയും ആളുകൾ എത്ര മണിക്കാണ് വീട്ടിൽ എത്തുക? വൈകുന്നേരം 6 മണിയായാലും എത്തൂല. ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ആവൂല. ഓഫീസിൽ പോയി ഞങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ എന്താണ് ചെയ്യാം, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല, ഇവിടെ സ്റ്റാഫില്ല, 2 മണി ടൈമായപ്പോ കുറച്ച് ആൾക്കാർ പോയി എന്നാ പറഞ്ഞത്. എന്നാൽ ഇത്രയും ആളുകൾ നിൽക്കുമ്പോ ഈ ആൾക്കാർക്ക് ഒരു തീരുമാനമാക്കിയിട്ട് വേണ്ട അവർ പോകാൻ, അതല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം കാണണ്ടേ? ഞങ്ങൾ ഇനി ആരോടും പറയാം. ഈ വയസ്സായ ആളുകൾ, ഈ വയസ്സായ അമ്മമാര്, ഉമ്മമാര്, ഉപ്പമാര് എല്ലാവരും ഉണ്ട്, അമ്മമാരെല്ലാവരും ഉണ്ട്. ഇവർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെയാണ് ഈ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് ആരും ചോറിന്റെ പൈസയൊന്നും അല്ലത് വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് വരുമല്ലോ. പുറത്തെവിടെയും പോയ പോരെ പ്രൈവറ്റില്. അപ്പൊ അതുകൊണ്ട് ഇത് ബഹുമാനപ്പെട്ട സർക്കാർ ഒരിക്കലും ഇത് കാണാതെ പോകരുത്. ഞങ്ങളൊരു വലിയ പ്രതിഷേധമാണിത്. അവിടെ അല്ല 2 മണിക്ക് പോയി ഞങ്ങൾ ഈ വിവരം പറയാൻ വേണ്ടിയിട്ട്. ഇത്രയും ആൾക്കാർ നിൽക്കുകയാണ്, മരുന്ന് കൊടുക്കാൻ ആള് കുറവാണെന്ന് പറഞ്ഞപ്പോ അവരെ കണ്ടില്ല. ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോ അവിടെ ആരുമില്ല, അടച്ചിക്കണ്. അപ്പൊ സൂപ്രണ്ട് വീട്ടിൽ തടിയെടുത്തു. ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് എല്ലാവരും. വണ്ടൂര് താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെ, അതിരാവിലെ ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആഴ്ചയിൽ എത്രയും 2-3 ദിവസങ്ങളിലാകെ മരുന്ന് കൊടുക്കാറുള്ളൂ. ഇന്ന് ചൊവ്വാഴ്ച ഈ ഷുഗർ, പ്രമേഹം രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന ദിവസമാണ്. പക്ഷെ രാവിലെ 6 മണിക്ക് വന്ന രോഗികൾക്ക് ഇത്ര നേരമായിട്ട്, ഇപ്പൊ ഏകദേശം 4-4:30 സമയമായി. ഈ സമയമായിട്ടും ഇതുവരെ മരുന്ന് കിട്ടിയിട്ടില്ല. കാരണം 400ഓളം രോഗികളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ 175 ആളുകൾക്ക് ആകെ മരുന്ന് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ മെഡിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ കുറവാണ്. ഇതിന്റെ ഒരു കാരണമായിട്ട് ഇവർ പറയുന്നത് 8 ജോലിക്കാരുണ്ട് ഇവിടെ സ്റ്റാഫ്. ആ 8 ജോലിക്കാർക്കും ഒരാൾ സ്റ്റോർ കീപ്പറാണ്, ഒരാൾ നൈറ്റാണ്, പിന്നെ ഒരാള് വേറെന്തോ ലീവായിട്ട് അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞുള്ള പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ആളുകളെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്, പാവപ്പെട്ട രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെഡിക്കൽ ഓഫീസറായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇവിടെ എല്ലാം ഫോണിൽ സംസാരിച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ഇന്ന് മരുന്ന് കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവർക്ക് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ വന്നാൽ ഇന്ന് ആർക്കൊക്കെയാണോ മരുന്ന് കിട്ടാത്ത അവർക്കൊക്കെ നാളെ മുതൽ ഈ മരുന്ന് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് മെഡിക്കൽ ഓഫീസർ നമ്മൾ നേരിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നമ്മുടെ ജീവനക്കാരനുമായി വന്ന് ഇവിടുത്തെ എല്ലാ രോഗികളോടും ഈ കാര്യം പറയുകയും രോഗികളായിട്ടുള്ള ആളുകൾ കുറെ പേര് നാളെ വരാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ പല കാര്യങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. ഇവിടെ സർക്കാരിന്റെ പരസ്യം വെച്ചിട്ടുള്ള ഒരു വണ്ടിയുണ്ട്. ഈ സർക്കാർ അതിന്റെ നേട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു വാഹനം ഇവിടെ പ്രചരണ ജാഥയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഭാഗത്തും ജനങ്ങൾ മരുന്നിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഇപ്പുറത്തും കാണുന്ന ഒരേ കാഴ്ചയ്ക്ക് തന്നെ രണ്ടും കാണുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഈ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. ഇതേസമയം തൊട്ടടുത്തായി ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ ഒരു വണ്ടിയിൽ LED സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. നിലവിൽ 8 പേരുണ്ട് ഫാർമസിയിൽ. ഒരാൾ അവധിയിലാണ്, മറ്റൊരാൾക്ക് ട്രെയിനിങ്. അങ്ങനെ പല കാരണങ്ങളാണ് അധികൃതർ പറയുന്നത്. ടോക്കൺ കൊടുത്തുള്ളത് വരാൻ ബിൽഡിംഗ് ഇല്ലാത്തത്, അതായത് നാളെ രാവിലെ വന്ന് വാങ്ങാൻ ഒന്നും ആയിക്കോട്ടെ. എത്ര മുതലുള്ള ടോക്കൺ ആണെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്താൽ മതിയല്ലോ. അല്ലാതെ ഇത്രയും ആളുകൾ ഞാൻ പറയാം ഇന്ന് വരെ മാക്സിമം അവരെത്ര വരെയാണ് ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന എത്ര വരെയാണോ അത്ര അവർ തരും. നിങ്ങൾക്ക് എത്ര പേരെ നിൽക്കാൻ പറ്റും അത് തരും. അതാണ് പറഞ്ഞത്, ഇന്ന് കിട്ടാത്ത ആളുകൾ എത്ര പേരെയാണെന്നുള്ളത് ബാക്കിയുള്ള ആളുകൾ ഇത്ര ഇന്നൊരു 200 വരെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 300 വരെ കൊടുത്തു എന്ന് പറയണം. 340 മുതൽ നാളെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് സഹകരിച്ചാൽ 340 മുതൽ നാളെ വന്നാല് നാളെ ഫസ്റ്റ് നിങ്ങൾക്ക് മരുന്ന് തരാന്നാണ് പറയണത്. അല്ല ബാക്കിയുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മളെന്ന് വെച്ചാല് മെഡിക്കൽ ഒരു മിനിറ്റ് നമ്മൾ മെഡിക്കൽ ഓഫീസറായിട്ട് സംസാരിച്ചു വരികയാണ്. അദ്ദേഹം പറഞ്ഞ അയച്ചാണ് ഇവിടുത്തെ ഓഫീസറാണ്. അപ്പൊ ആള് പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ സാധാരണ മരുന്ന് കൊടുക്കുള്ളൂ.
നാളെ തന്നെ ഇന്നിവിടെ എത്ര ആളാണോ ബാക്കിയുള്ളത് അവർക്കുള്ള മരുന്ന് നാളെ നമ്മൾ കൊടുക്കാനുള്ള രാവിലെ സൗകര്യം അവർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുക്കാന്നുള്ളത് അതാണ് അങ്ങനെയാണ് ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടത്. നാളെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ ആവശ്യമില്ല. ഡോക്ടർ കാണണ്ട ഈ സാധനം ഡോക്ടർ കാണണ്ട ആ ടോക്കൺ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് തരും. ആ മരുന്ന് നാളെ ഡോക്ടറെ കാണണ്ട. അതാണ് പറയുന്നത്. നാളെ ഇവിടുന്ന് ഫസ്റ്റ് ഇവിടെ 8 മണിക്ക് ഇത് തുറന്നാല് നിങ്ങൾ ഫസ്റ്റ് മെഡിസിൻ വാങ്ങിക്കോളേ. അതാണ് പറഞ്ഞത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നെത്തിയ എല്ലാവർക്കും നാളെ കൃത്യമായി മരുന്ന് നൽകുമെന്ന വിശദീകരണമാണ് അധികൃതർ നൽകിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.